വെൽക്കം ടു വൈൻസ്. സോ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു മീഡിയ റിലേറ്റഡ് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടല്ല, വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. എൻ്റെ കൂടെ ഇപ്പം ലൈവിലുള്ളത് മിസ്റ്റർ യാസീൻ ആണ്. യാസീൻ ലക്ഷദ്വീപിൽ നിന്നാണ് നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത്. വെൽക്കം യാസീൻ. ഹായ്. വെൽക്കം യാസീൻ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, കൂടുതലൊരു ഇൻട്രോ കൊടുത്ത് മടുപ്പിക്കുന്നില്ല. നമുക്ക് ലക്ഷദ്വീപിൽ ഇപ്പോൾ വളരെ ഭയാനകരമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് അതിൻ്റെ പിന്നിൽ നടക്കുന്നത് എന്ന് മീഡിയാസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചും കേട്ടും അറിവുമുണ്ട്. സോ നമുക്ക് യാസീനോട് ചോദിച്ചറിയാം, എന്താണ് ഒരു ലക്ഷദ്വീപ് നിവാസി, ലക്ഷദ്വീപിൽ നിന്ന് നേറ്റീവ് പ്ലേസ് ലക്ഷദ്വീപ് ആയിട്ടുള്ള യാസീൻ നിന്ന് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അതായത് LDAR എന്ന് പറയുന്ന ലക്ഷദ്വീപ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു നിയമം ലക്ഷദ്വീപിൻ്റെ വളരെയധികം ഭയാനകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ് നയിച്ചിട്ടുള്ളത്. എന്താണ് യാസീൻ താങ്കൾക്ക് മെയിനായിട്ടൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാനുള്ളത്? ഇൻട്രൊഡക്ഷൻ പോലെ പറയാനുള്ളത്, ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ കേരള നിവാസി, എൻ്റെ കേരള സുഹൃത്തുക്കൾക്ക് ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് ഇത്രയും സപ്പോർട്ടും ഇത്രയും സഹായം തന്നതുകൊണ്ട് ഒരുപാട് ഞങ്ങൾ ഹാപ്പിയാണ്. ഇനി നമ്മൾ ടോപ്പിക്കിലോട്ട് വരാം. അവസ്ഥ നല്ല ഭയാനകരമാണ്. ഞങ്ങൾ കറക്റ്റ് ഒരു കാശ്മീരിൽ എങ്ങനെയാണ് മിലിറ്റൻസിന്റെ പവറും എങ്ങനെയാണ് ഗവൺമെന്റിന്റെ ഫുള്ള് ഒരു സപ്രഷൻ എന്ന രീതിയിൽ ഗവൺമെന്റ് വന്നത്, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ലക്ഷദ്വീപ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അജണ്ട സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഡിസംബർ ടൈമിലാണ്. ഞങ്ങളുടെ നാട്ടിലെ എല്ലാരെയും ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ഒരു ഐഡന്റിറ്റി തന്നെ ഇപ്പോ ഒരു ക്വസ്റ്റ്യനിലാണ്. ഞങ്ങൾക്ക് അവിടെ സ്ഥലമുണ്ടോ, ഞങ്ങൾ ലക്ഷദ്വീപുകാരാണോ എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു ഐഡന്റിറ്റി വരെ ഇപ്പോ ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ രീതിയിലാണ് ഇത്. അതായത് യാസീൻ, നിങ്ങളുടെ പ്രീവിയസ് അഡ്മിനിസ്ട്രേറ്റർ മരിക്കുകയും പുതിയ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ അല്ലെ, അദ്ദേഹം മുൻ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ആയിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ടൈമിൽ ഗുജറാത്തിലെ ഹോം മിനിസ്റ്റർ ആയിരുന്നു ഈ പറയപ്പെടുന്ന പ്രഫുൽ പട്ടേൽ. അദ്ദേഹമാണ് ഡിസംബറിൽ അവിടെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായി ഡെസിഗ്നേറ്റഡ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അവിടെ ആ ഒരു അപ്പോയിന്റ്മെന്റിൽ ചെറിയൊരു പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു IAS അല്ലെങ്കിൽ ഒരു IPS ഉദ്യോഗസ്ഥനായിരിക്കണം പ്രോട്ടോകോൾ പ്രകാരം അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയി വരേണ്ടിയിരുന്നത് അല്ലേ? എപ്പോഴും ഒരു സിവിൽ സർവീസ് ഏജന്റ് ആയിരുന്നു അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിവിൽ സർവീസ് ഏജന്റ് അല്ലാത്ത ഒരാള്, സിവിൽ സർവീസിന്റെ അല്ലാത്ത ഒരാളാണ് അവിടെ അപ്പോയിന്റ് ചെയ്തത്. ഒരു വിത്തൗട്ട് ഒരു ജസ്റ്റ് ഒരു മിനിസ്റ്റർ മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, ഇത് അങ്ങനെ ഒരു പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടൊരു നിയമനം നടക്കുമ്പോൾ അതും പ്രധാനമന്ത്രി ഡയറക്റ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ ആ ടൈമിൽ നിങ്ങൾ അവിടെ ഒരു എന്താ പറയാ, അതൊരു ചർച്ചാ വിഷയമായി മാറിയില്ലായിരുന്നോ? ഇങ്ങനത്തെ ഒരു മാറിയിരുന്നു അവിടെ. അതാണ് ആ ഒരു പൊസിഷനിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളുടെ ലോക്കൽ ഒരു ബോഡിയിലാണ് ഈ ഒരു പ്രശ്നത്തിന്റെ തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനെതിരെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ, അപ്പോയിന്റ് ചെയ്ത് ആ ടൈം തൊട്ടാണ്. ആ ടൈം തുടങ്ങി ഇതിന്റെ ഈ ഒരു പ്രശ്നങ്ങളുടെ സ്റ്റാർട്ടിങ് ആയിരുന്നു ആ ഒരു നിയമനം അല്ലേ? അതന്നെ. കാരണം ഞാൻ ഫസ്റ്റ് ഇഷ്യൂ പറയാം. മൂപ്പര് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ലക്ഷദ്വീപില് ലാൻഡ് ചെയ്ത ടൈമിൽ, മൂപ്പര് അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിന്റ് ചെയ്ത് ലാൻഡ് ചെയ്ത ടൈമിൽ അവിടുത്തെ ലോക്കൽ പൊളിറ്റീഷ്യൻസ്, ആക്ടിവിസ്റ്റ് നമ്മുടെ NRCക്കെതിരെ, മോദി ഗവൺമെന്റിനെതിരെ ഒരുപാട് പോസ്റ്ററും ഒരുപാട് ബാനറൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചായിരുന്നു. ഇത് പ്രഫുൽ പട്ടേൽ കാണാനിടയായി. കണ്ട് ഇതിന്റെ പിന്നിലുള്ള എല്ലാവരും അറസ്റ്റ് ചെയ്തു. അവിടെ നിന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഈ റയറ്റ്, റിവോൾട്ട്, ഇതിനെതിരെയുള്ള പ്രതിഷേധം എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അപ്പൊ ഈ ഒരു കരട് നിയമത്തിന്റെ ഏറ്റവും വലിയ കുറച്ച് പോയിന്റുകൾ എന്ന് പറയുന്നത് ഒന്ന് പ്രൈവറ്റൈസേഷൻ ആണല്ലേ? അതെ, ഒന്ന് പ്രൈവറ്റൈസേഷൻ ആണ്. അതായത് ഒരുപാട് പേര് എന്താണ് മെയിനായിട്ട് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഗവൺമെന്റിന് അല്ലെങ്കിൽ ഈ അഡ്മിനിസ്ട്രേഷന് ഡയറക്റ്റ് ഒരു പ്രൈവറ്റ് ഭൂ ഉടമയുടെ പെർമിഷൻ ഇല്ലാതെ അവിടെ എന്തും ചെയ്യാനുള്ള ഒരു അവകാശമാണോ ഈ ഒരു കരട് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് തന്നെ. ഇപ്പോ എനിക്കൊരു ഭൂമി ഉണ്ടെങ്കിൽ ഗവൺമെന്റ് എന്റെ അടുത്ത് വരുന്നു, ഈ ഭൂമി ഞങ്ങൾക്ക് വേണം, ഇത് ലക്ഷദ്വീപ് ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഭൂമി എടുത്തോണ്ട് പോകും. വിത്തൗട്ട് ഒരു പ്രോപ്പർ സർക്കുലർ ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ എന്റെ ഒരു കൺസെന്റ് വേണോ, ഇതൊന്നും അവർ ചോദിക്കില്ല. ഡെവലപ്മെന്റിനാണോ നിങ്ങൾക്ക് വിട്ടുകൊടുത്തേ പറ്റുള്ളൂ.
അല്ലെങ്കിൽ they will get us into a jail or something like that. അതും ഈ ഗുണ്ട ആക്ടും ഇതെല്ലാം ലിങ്ക്ഡ് ആണെന്ന് തോന്നുന്നല്ലേ? ഈ ഒരു നിയമത്തിനെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ തന്നെ ഈ ഗുണ്ട ആക്ട്, പുതിയ ഗുണ്ട ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വേറെ ഒരു അന്വേഷണങ്ങളോ ഒന്നുമില്ലാതെ എന്താ പറയാ ജയിലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു അവകാശം കൂടി ഗുണ്ട ആക്ടിലും പരാമർശിക്കുന്നുണ്ട്. അതന്നെ ഈ ഗുണ്ട ആക്ട് അതെന്ന് വെച്ചാല് പ്രിവെൻഷൻ ഓഫ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റി. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി എന്തെങ്കിലും രീതിയിൽ, ഇത് മറ്റേ റയറ്റ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആയിക്കോട്ടെ, ഈവൻ പ്രൊഡക്ഷൻ ഓഫ് ഒരു ചെറിയൊരു ഡയറി മെറ്റീരിയൽ വരെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗുണ്ട ആക്ട് അനുസരിച്ച് അത് കുറ്റകരമാണ്, നമ്മളെടുത്ത് ജയിലിലോട്ട് കൊണ്ടുപോകും. അപ്പൊ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ പോലും ഉള്ള ഒരു സ്വാതന്ത്ര്യമാണ് അവര് എന്ത് ചെയ്തിട്ടുള്ളത് അല്ലേ? അവരെടുത്ത് കളയുന്നത്. നമ്മൾ ഇതുവരെയുള്ള ഇന്ത്യൻ ചരിത്രത്തിൽ കണ്ടതുമല്ല, ഇപ്പോ കശ്മീരിൽ കണ്ടതുമല്ല, ഇപ്പോ ഡൽഹിയിലെ NRCയുടെ ടൈമിലും ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റിന്റെ ടൈമിലും എല്ലാം കണ്ടതുപോലെയുള്ള ഒരു സെയിം റെജിമിയാണ്, സെയിം ഒരു വർക്കിംഗ് മെത്തഡാണ് ഇവർ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ യാസീൻ, അതായത് ഇപ്പം നമ്മൾ ഇപ്പൊ ഈ കേരളത്തിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നതിനും വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. ലക്ഷദ്വീപിൽ നിന്നും ഒരു പ്രതിനിധി, അത് ലക്ഷദ്വീപുകാരനായ യാസീൻ കേരളത്തിലുള്ള ജനതയോട് സംസാരിക്കുമ്പോൾ യാസീൻ എന്താണ് കേരളത്തിലെ ജനതയോട് പറയാനുള്ളത്? നിങ്ങളുടെ ആ ഒരു അവസ്ഥയെ പറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തുറന്നടിച്ച് ഈ കേരളത്തിലുള്ള ജനതയോട് പറയാനുള്ളത്? അവസ്ഥയെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ആക്ച്വലി ഒരു വലിയൊരു ബിസിനസ് സ്കീമാണ്. ഇവരിത് കാണുന്നത് ഒരു വലിയൊരു ബിസിനസ് സ്കീമായിട്ടാണ്. ഇവർക്ക് ഒരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടോ നമ്മൾ മനുഷ്യത്വം എന്നൊരു രീതിയിൽ പരിഗണിക്കാനോ ഇതിനൊന്നും പറ്റില്ല. ഇവർക്ക് ബിസിനസ് മൈൻഡാണ് പോണത്. പിന്നെ മൊത്തം മുസ്ലിം പോപ്പുലേറ്റ് ഏരിയ ആണ്, അതും കൂടി ഒരു അഡ്വാൻറ്റേജ് ആണ്. ഞാൻ അത് പ്രത്യേകിച്ച് അതായത് ഇപ്പം ബീഫോ അല്ലെങ്കിൽ ബീഫ് സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്ന ഒരാളെ 5 ലക്ഷം രൂപ പിഴയും ജീവപര്യന്തം തടവിന് വിടാനുള്ള ഒരു അവകാശവും കൂടിയാണ് ഈ ഒരു LDAR എന്ന് പറയുന്ന നിയമം കൊണ്ടുവരുന്നത് അല്ലേ? അതന്നെ. സോ അതന്നെ ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെന്റിനെതിരായിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടി ബേസ്ഡ് കാര്യങ്ങളോ, ഇപ്പൊ ഈവൻ കാറ്റിൽ ഫാമിംഗ് വരെ, പശുവിനെ ഫുഡ് കൊടുക്കുന്ന പശുവിനെ കാറ്റിൽ ഫാമിംഗ് ചെയ്യുന്നോ അതുവരെ ഗവൺമെന്റിനെതിരെയാണ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നമ്മുടെ ലോക്കൽ ഇപ്പൊ ഒരുപാട് ഫിഷർമാൻസ് ഉണ്ട്, ഈവൻ ഒരുപാട് ഫാമേഴ്സ് ഉണ്ട്. നമ്മുടെ കാറ്റിൽ ഫാമിങ്ങും പശുവിനെ വളർത്തുന്നവരും അതിൽ നിന്ന് പാലുണ്ടാക്കി അതിന് ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഇവർക്കൊക്കെ ഇപ്പൊ തിരിച്ചടിയാണ്. ഇവർക്കൊക്കെ ഇപ്പൊ ജീവിക്കാനുള്ള നിവൃത്തിയില്ല. ഒന്നാമത് ലോക്ക്ഡൌൺ ആണ്, ഒന്നാമത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ്. അവര് കാശിന് വേണ്ടി എല്ലാരും അലയുന്ന സമയമാണ്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ ഇത് ഭയങ്കര തിരിച്ചടിയാണ്. അപ്പൊ ഞാൻ അതായത് ഇപ്പം ഈ പറയപ്പെടുന്ന ഇതൊരു പൊളിറ്റിക്സോ അതായത് ബിസിനസ് പരമായിട്ടോ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്? ഞാനിത് അന്വേഷിച്ചു. ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു, ഒരുപാട് പേരോട് ഞാൻ സംസാരിച്ചു. ലക്ഷദ്വീപ് ബിസിനസ് ഈ ഗവൺമെന്റ് ബോഡിയിലുള്ളവര്. പക്ഷെ ഒരുപാട് പേരൊന്നും പറയാറില്ല. ഈവൻ ഒരുപാട് പേര് മീഡിയയിൽ വന്നിട്ട് ഈ പാനലിൽ ഇരുന്നിട്ട് ഡിബേറ്റ് ഒക്കെ നടന്നു. ഇവര് ജസ്റ്റ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് മാത്രം. പക്ഷെ ഇവര് കാണാത്തത് മെയിൻ ഞാൻ അന്വേഷണം വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾക്കൊരു ഐലൻഡ് ഉണ്ട്, ബംഗാരം റിസോർട്ട് എന്ന് പറയുന്നത്. ബംഗാരം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വൺ ഓഫ് ദി മോസ്റ്റ് അട്രാക്റ്റീവ് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അവിടെ ഒരു പ്രൈവറ്റ് റിസോർട്ട് ഉണ്ട്. അവിടെ കസീനോ, ബാർ, ലൈക്ക് നമ്മൾ പ്രൈവറ്റ് റിസോർട്ടിൽ കാണുന്ന എല്ലാം ഉണ്ട് അവിടെ. ഓക്കെ, ഇനി ഇത് ഡെവലപ്പ് ചെയ്യുവാണ് അവർ. ഓക്കെ, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി, കൂടുതൽ ടൂറിസ്റ്റ് വരാൻ വേണ്ടി ഇത് ഡെവലപ്പ് ചെയ്യുവാണ് അവർ. ഈ ഡെവലപ്പ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാരുടെ ഭൂമികളുണ്ട് അവിടെ ആ ഐലൻഡിൽ. ഓക്കെ, ഈ നാട്ടുകാരുടെ ഭൂമി പലരും അത് ഈ മീൻ ഉണക്കാൻ വേണ്ടി വെക്കുന്ന ഓരോ സ്ഥലങ്ങളാണിത്. അവർ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട്, റെസ്റ്റ് എടുക്കുന്നവരുണ്ട്, അവിടെ മീൻ ഉണക്കുന്നവരുണ്ട്. ഇങ്ങനെ കുറെ ഫിഷിംഗ് പരിപാടിയിൽ ഏർപ്പെട്ടവരാണ് ആ ഭൂമിയിലുള്ളത്. ആ ഭൂമി അവരൊരിക്കലും വിട്ടുകൊടുക്കില്ല. സോ ഈ LDR കാരണം ഈ ഭൂമി അവർ കൊണ്ടുപോകും. ഓക്കെ, ഗവൺമെന്റ് കൊണ്ടുപോകും. അപ്പോ ഈ റിസോർട്ട് എക്സ്റ്റെൻഡ് ആവും. ഈ റിസോർട്ടിന്റെ ഫുൾ ഡെവലപ്മെന്റ് കിട്ടിയിരിക്കുന്നത് നാഷണൽ വൺ ഓഫ് ദി BJPയിലെ നാഷണൽ ടോപ്പിലിരിക്കുന്ന ഒരാളുടെ മകനാണ്. സോ ആ ഒരു അജണ്ടയിലാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഒരു വലിയൊരു മാസ്റ്റർ പ്ലാൻ ആണിത്. അപ്പോ വളരെ വലിയൊരു മാസ്റ്റർ പ്ലാൻ ആണ്. വളരെ വലിയൊരു മാസ്റ്റർ പ്ലാൻ. കാരണം ഇമാജിൻ ചെയ്താൽ മതി, നമ്മുടെ ഒരു ഇത്രയും ഐലൻഡ്സ്
ഒരു ബോഡിയുടെ താഴെ, ഒരു സെൻട്രൽ ബോഡി ഇപ്പോൾ BJP ആണെങ്കിൽ BJPയുടെ താഴെ, അല്ലെങ്കിൽ അതിന്റെ അവർ പ്രൈവറ്റൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ, പ്രൈവറ്റ് കമ്പനികൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൈവറ്റിന്റെ താഴെ ഉണ്ടെങ്കിൽ അതൊരു ഇന്റർനാഷണൽ സീ റൂട്ടാണ്. ആ ഇന്റർനാഷണൽ സീ റൂട്ട് എത്ര പേർക്ക് മിസ്യൂസ് ചെയ്യാം, ഈവൻ നമ്മുടെ മീഡിയ പോലും അതിനെക്കുറിച്ച് പറയില്ല. ഒരുപാട് മീഡിയ പറഞ്ഞിട്ടില്ല. ഇന്നലെ ഞാൻ ഒരുപാട് പേരുടെ ഡിബേറ്റും ഒരുപാട് പാനലും കണ്ടു, പക്ഷെ ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല. എന്താണ് യാസീൻ എന്ന് തോന്നുന്നത്? എന്താണ് മീഡിയ ഇതിനെ ഗൗരവമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പൊ യാസീൻ പറഞ്ഞ പോലെയുള്ള ഹിഡൻ അജണ്ടാസിനെ പറ്റിയോ അതിനെ പറ്റിയോ ഒന്നും ആരും ഡിസ്കഷൻസിലേക്ക് വരുന്നില്ല. എന്തായിരിക്കാം കാരണം? ഇത് ഒരു കാലത്ത് ഡിസ്കസ് ചെയ്യില്ല. ഇത് ഇപ്പോ NRC, ഞാൻ പറയാം, NRC വന്നിട്ട് ഫാമേഴ്സ് വന്നിട്ട് ഇതിന്റെ പുറകിലുള്ള അജണ്ടകൾ ആരും ഡിസ്കസ് ചെയ്യില്ല. നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ ഒരു അജണ്ട അവര് കുറെ കാലം മുന്നേ തന്നെ ഒരുപാട് മീഡിയകളിലൂടെ നമ്മുടെ മൈൻഡിലേക്ക് പോകും. ഇപ്പൊ നമ്മളത് റിജക്ട് ചെയ്താലും അതിന്റെ ചെറിയൊരു അംശം നമ്മുടെ മൈൻഡിലോട്ട് പോകും. നമുക്ക് അതിനെക്കുറിച്ച് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യും. ആ ഒരു അജണ്ടയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അപ്പോ ഈ മീഡിയ കമ്പനി ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത് മെയിൻ കാരണം ഒരുപാട് പേർക്ക് ഈ കറക്റ്റ് എവിഡൻസ് വേണം. ഓക്കെ, ഇതിന്റെ എവിഡൻസ് കറക്റ്റ്, ഇതിനുള്ള ഫോളോ അപ്പ് വേണം. പിന്നെ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ഡിസ്ക്ലോസ് ആവണമെന്നില്ല. ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല. സോ എനിക്ക് തോന്നുന്നു പല മീഡിയ കമ്പനി റിസോഴ്സസ് കുറവാണെന്ന് തോന്നുന്നു. അവർക്ക് ലക്ഷദ്വീപിലേക്കുള്ള റിസോഴ്സസ് കുറവാണ്. സോ ഞാൻ യാസീൻ, അതായത് കുറെ പേർക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയും ലക്ഷദ്വീപിൽ നിന്ന് തന്നെ കേൾക്കാൻ സാധിച്ചു. ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ കഴിഞ്ഞപ്പോഴേ അത് എന്താണ് അതിനെ പറ്റിയുള്ള ഒരു ഇത്? ഞാൻ കേട്ടത് ഒരു 150ഓളം ആൾക്കാർക്ക് ഗവൺമെന്റ് ജോബ് നഷ്ടപ്പെട്ടു എന്ന്. അപ്പൊ 150 എന്ന് പറയുന്നത് ഇപ്പൊ കാണുന്ന നമ്മൾക്ക്, അല്ലെങ്കിൽ കേരളത്തിലുള്ള എനിക്കോ അല്ലെങ്കിൽ കാണുന്ന നിങ്ങൾക്ക് 150 ചെറിയൊരു ഫിഗർ ആയിരിക്കും. പക്ഷെ ലക്ഷദ്വീപിന്റെ ടോട്ടൽ പോപ്പുലേഷൻ എടുത്ത് നോക്കുമ്പോഴത്തേക്കും 150 എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഫിഗർ ആണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയത്. നമ്മുടെ ഒരു അയൽ സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ നെയ്ബറിംഗ് പ്ലേസ് ആയിട്ടുള്ള ലക്ഷദ്വീപ് വളരെ ചെറിയൊരു സ്ഥലമാണെന്നും അവിടുത്തെ പോപ്പുലേഷൻ വളരെ കുറവാണെന്നും അവിടെയുള്ള ആ ചെറിയ പോപ്പുലേഷനിൽ 150 പേർക്ക് ജോബ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു ഗുരുതരമായ അവസ്ഥ നമ്മളെല്ലാവരും കോവിഡ് ടൈമിൽ നമ്മൾ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമാണ്. ഈ കോവിഡ് ടൈം മാറുന്നതിന് മുന്നേ തന്നെ അതിന് പുറമെ വേറൊരു അൺഎംപ്ലോയ്മെന്റും കൂടി ഈ ഒരു LDAR എന്ന് പറയുന്ന ബില്ലിന്റെ കൂടെ വരുമ്പോൾ അത് വളരെ ഭയാനകപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. അപ്പം യാസീൻ, അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ് ഈ അൺഎംപ്ലോയ്മെന്റ് അവിടെ? സോ അൺഎംപ്ലോയ്ഡ് അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കുറച്ച് ഫോറസ്റ്റ് ഗാർഡിനെ അപ്പോയിന്റ് ചെയ്തായിരുന്നു. ഈ കോസ്റ്റൽ ഏരിയ ഒക്കെ അവിടേക്ക് മോണിറ്റർ ചെയ്യാനും ഓരോ ഡിഫറെന്റ് ഐലൻഡ്, ഈ ആൾതാമസമില്ലാത്ത ഐലൻഡിന്റെ അവിടുത്തെ പാസിംഗ് ബൈ, അവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സ്മഗ്ലിംഗ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്, ഇതിനൊക്കെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടി, അവിടുത്തെ ഫോറസ്റ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി കുറച്ച് ഫോറസ്റ്റ് ഗാർഡെ നിയമിച്ചായിരുന്നു. അപ്പോ ഇപ്പൊ മൂപ്പര് LDAR, ഈ പ്രഫൽപ്പെട്ട LDAR ഇത് ചെയ്തിട്ട് ഒരുപാട് ആ കോസ്റ്റൽ ഏരിയ സംരക്ഷിക്കുന്ന ഒരുപാട് പേര് ടെർമിനേറ്റ് ചെയ്തു. ഇവരൊക്കെ കറക്റ്റ് ഒരു പോലീസ് ട്രെയിനിങ് പോലെ ഫിസിക്കൽ അത്രക്കും കഷ്ടപ്പെട്ട് ഫിസിക്കൽ ട്രെയിനിങ് ചെയ്തിട്ട് ഫിസിക്കൽ എക്സസൈസും ഫിസിക്കൽ എക്സാംസും എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ പോസ്റ്റിലേക്ക് വന്നത്. എന്നിട്ട് അത് മാത്രമല്ല, എല്ലാ ടെമ്പററി സ്റ്റാഫിനെയും ടെർമിനേറ്റ് ചെയ്തു. ഇപ്പോ അംഗനവാടി എന്ന സംഭവമുണ്ട്. നമ്മൾ ചെറുപ്പത്തില് നമ്മൾ സ്കൂളിലോട്ട് വരുന്നതിന് മുമ്പ് അംഗനവാടി എന്നൊരു സംഭവം, അംഗനവാടി മൊത്തമായിട്ട് നിർത്തി. അംഗനവാടി എന്ന പ്രോസസ്സ് വേണ്ടാന്ന് പറഞ്ഞു. അവിടുത്തെ എല്ലാ സ്റ്റാഫിനെയും വിട്ടു. ഒരുപാട് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളുടെ ഒരുപാട് സ്റ്റാഫിനെ, ടെമ്പററി സ്റ്റാഫിനെ എല്ലാം പറഞ്ഞു വിട്ടു. അതാണിപ്പോ അവിടുത്തെ ടെമ്പററി സ്റ്റാഫ്സിന്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് അവർ ടെമ്പററി സ്റ്റാഫ്. ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഇവിടുത്തെ സ്റ്റാഫുകളെയൊക്കെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ആ പോസ്റ്റിൽ വേറെ ആരും വർക്ക് ചെയ്യുന്നത്? അപ്പൊ ആ ഒരു വർക്കിംഗ് അവിടെ ഇതാവുമല്ലേ, നിലയ്ക്കുകയല്ലേ? അതിന്റെ വർക്കിംഗ് പാറ്റേൺ ഞാൻ പറയാം. സോ ഈ ടെമ്പററി സ്റ്റാഫ്സ് ഇതുവരെ പെർമിറ്റ് ആക്കില്ല. ഒരുപാട് പേര് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേര് 3-4 കൊല്ലമായിട്ട് ഇപ്പോഴും ടെമ്പററി സ്റ്റാഫായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ അത്രയും 3-4 കൊല്ലമായിട്ട് വർക്ക് ചെയ്തിട്ട് ടെമ്പററി സ്റ്റാഫായി നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ഒരു ഗവൺമെന്റിന്റെ പ്രോബ്ലം ആണത്. സോ ഇതിന്റെ ഇവര് പോയി കഴിഞ്ഞാൽ വർക്ക് ആക്ച്വലി എന്റെ ഒരു ഇത് വെച്ചിട്ട് വർക്ക് ഡിവിയേറ്റ് ചെയ്യും. വർക്ക് ഇപ്പോ മറ്റേ അഡ്മിനിസ്ട്രേറ്റർ ഏതിലോട്ടാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് വേണ്ടത് അതിലേക്കാണ് ഇത് കൂടുതൽ ഡിവൈറ്റ് ചെയ്യാൻ പോകുന്നത്. അയാൾ കൂടുതലാണ് ഇതിലേക്കാണ് വർക്ക് ഡിവൈറ്റ് ചെയ്യാൻ പോകുന്നത്. സോ
ഓഫ് കോഴ്സ് ഇതെല്ലാം ഒരു വലിയ കൊളാബറേഷൻ ആയിട്ട് മൂപ്പര് മാറ്റാൻ തോന്നുന്നു. എല്ലാ ഒഫീഷ്യൽസിന്റെയും എല്ലാ ഗവൺമെന്റ് പെർമനന്റ് ഒഫീഷ്യൽസിന്റെയും എല്ലാം ഐ തിങ്ക് ഹി വിൽ ബി കൊളാബിങ് എന്നുവെച്ചാൽ വർക്ക് ഷെയർ ചെയ്യാൻ തോന്നും. ഇപ്പൊ ഇനി പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് എനിക്കൊരു ഇൻഫോർമേഷൻ കിട്ടി, വലിയൊരു ഇൻഫോർമേഷൻ ആണ്. ഇന്ന് ഒരു ഗവൺമെന്റ് ഇന്നൊരു മീറ്റിംഗ് വെച്ചു. മീറ്റിംഗിൽ ഇൻഫോർമേഷൻ അവിടെ നിന്ന് പ്രഫൽപ്പെട്ട ഇൻഫോർമേഷൻ വന്നു. ഇന്റർനെറ്റ് അവിടെ നിന്ന് എടുത്തു മാറ്റാൻ പോവാണ്. ഇന്റർനെറ്റും കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യും? ഫോൺ കോൾ മാത്രമേ ഉള്ളൂ. ആ ഫോൺ കോൾ കൂടി പോയി കഴിഞ്ഞാൽ തീർന്നു. നമുക്ക് നോർമൽ ലാൻഡ് കണക്ഷനേ ഉള്ളൂ. ഓക്കെ, അതുപോലും ഉണ്ടാവില്ല. ഇത് എത്രമാത്രം ജെനുവിൻ ആണ് എന്ന് നമുക്കത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിസ്കസ് ചെയ്യാം. അതായത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി വരെ ലക്ഷദ്വീപിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ അതോറിറ്റീസ് അഡ്മിനിസ്ട്രേറ്റർ, അതെ, ആരാണെങ്കിലും നമ്മളൊരു പാർട്ടിയെ കുറ്റം പറയുന്നതല്ല, ഇത് ചെയ്യുന്നത് എന്തായാലും അല്ലെ ഒരു ലക്ഷദ്വീപിനെ ഇപ്പൊ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കരട് നിയമം, അതിന്റെ കൂടെ അതിന് പുറമെ തന്നെ എന്താണ് അവിടുത്തെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും കൂടി എടുത്ത് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there exists something, some kind of hidden agendas. അത് 100% ഉറപ്പായിരുന്നു. പിന്നെ അതുപോലെ പറഞ്ഞോളൂ യാസിൻ പറഞ്ഞോളൂ. എന്ന് വെച്ചാല് ഇത് റീച്ചബിൾ അല്ല. ഞങ്ങളുടെ ഐലൻഡ് ഒരു റിമോട്ട് ഏരിയ ആണ്. നമുക്കിപ്പോ ഡൽഹിയിലെ റൈറ്റ് നടക്കുമ്പോൾ എനിക്ക് ട്രെയിൻ കയറി പോവായിരുന്നു ഡൽഹിയിലെ റൈറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി. തീർച്ചയായും ഇവിടെ ഇപ്പൊ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണമെങ്കിൽ വി നീഡ് ഗവൺമെന്റ് അതോറിറ്റി. ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ ഇപ്പൊ ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല. സോ ഫുള്ളി റിമോട്ടാവും. അതായത് നമുക്ക് ഇവിടെ ഇപ്പൊ എനിക്കിപ്പോ ഇവിടെ നിന്ന് നിങ്ങളുടെ അങ്ങോട്ട് വരാനാണെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനാണെങ്കിലും വി നീഡ് അതോറിറ്റി അല്ലെ, നമുക്ക് പെർമിഷൻ വേണം. അതായത് കംപ്ലീറ്റ്ലി അപ്പൊ ഇത് ഈ പറയപ്പെടുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണ്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഈ അവിടുത്തെ ഈ എന്താണ് ആൽക്കഹോൾ സംബന്ധമായിട്ടുള്ള ഒരു നിയമം, അതായത് കംപ്ലീറ്റ്ലി ഫ്രീ ആൽക്കഹോൾ ആയിരുന്ന ലക്ഷദ്വീപിൽ അതിന് ആ വിലക്ക് മാറ്റി ഈ LDR എന്നുള്ള ഒരു സംസാരം കേൾക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ? ഇതുവരെ ആൽക്കഹോൾ അവിടെ ഇല്ലായിരുന്നു. ഇല്ലെന്നല്ല പറയുന്നത്, ആൽക്കഹോൾ ഉണ്ടായിരുന്നു. അവിടെ ഈ ആർമി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, നേവൽ ഓഫീസേഴ്സ്, കോസ്റ്റ് ഗാർഡ്, ഇവർക്കൊക്കെ ആൽക്കഹോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ബിക്കോസ് അവരുടെ കോട്ട ബേസ്ഡ് ആണ് ആൽക്കഹോൾ പ്രൊവൈഡ് ഉണ്ടായിരുന്നു. ബട്ട് ദ തിങ് ഇസ് ഐലൻഡ് ഒരു മുസ്ലിം മെജോറിറ്റി ഏരിയ ആണ്. സോ ഒബ്വിയസ്ലി ഒരുപാട് കാലങ്ങളായിട്ട് ഇതിന് ലിക്വറിന്റെ ഈ ബാൻ ഒരുപാട് കാലങ്ങളായിട്ടുണ്ട്. ഒരുപാട് കേസസ് ഇപ്പോഴുണ്ട്. ഒരുപാട് പേര് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇതിനെ സ്മഗിൾ ചെയ്ത് ആൽക്കഹോൾ കൊണ്ടുവരുന്നവരെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ആൽക്കഹോൾ കൊണ്ടുവരുന്നത് ഒരു പ്രൈവറ്റ് ബോഡി ആയിരിക്കും. ഓക്കെ, ഒരു പ്രൈവറ്റ് ഔട്ട്ലെറ്റ് ആയിരിക്കും. ഓക്കെ, പ്രോഫിറ്റ് ബേസ്ഡ് എല്ലാം പോകുന്ന ഗവൺമെന്റ് ആയിരിക്കും. ഞങ്ങൾക്ക് ഈ ലക്ഷദ്വീപിലെ ആൾക്കാർക്ക് ഇത് കൊണ്ടുവന്നാൽ തന്നെ 98% ആൾക്കാരും ഇതിനെതിരാണ്, ആൽക്കഹോളിനെതിരാണ്. ആൽക്കഹോൾ തൊടാത്തവരാണ്, മുസ്ലിംസാണ്. വിലക്കുകളുണ്ട്. ബട്ട് ഈവൻ തോ മുസ്ലിംസ് ഒരു 2% മുസ്ലിംസ് ഇതിന് മറ്റേ ഈ ആൽക്കഹോൾ അവര് ഉപയോഗിക്കുന്നവരുണ്ട്. അതിന് ഞാൻ ഒരിക്കലും തെറ്റായിട്ട് വിലക്കുന്ന ആൾക്കാരാണ്. ഇനി പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനുണ്ടാവുന്ന ഇഷ്യൂസാണ്. നമുക്കറിയാം ആൽക്കഹോൾ കാരണം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ലക്ഷദ്വീപുകാർ അതിനോട് ഇതുവരെ അവര് യൂസ്ഡ് അല്ല. അവര് കൊച്ചിയിൽ വന്ന് കേരളത്തിൽ വന്ന് കാണുന്നല്ലാതെ അവര് ന്യൂസിലൊക്കെ കാണുന്നല്ലാതെ അവര് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് അവർക്ക് കുറവാണ്. അവർ ഇതിനോട് നേരിട്ട് ഈ എസ്പെഷ്യലി അവിടുത്തെ വുമൻ, കാരണം ഞാൻ കണ്ടത് വെച്ച് പെണ്ണുങ്ങൾക്ക് ഇത്രയും സേഫസ്റ്റ് പ്ലേസ് വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല. പാതിരാത്രി എന്റെ മദർ, എന്റെ അനിയത്തി പാതിരാത്രി വരെ എന്റെ അമ്മയുടെ വീട്ടിലോട്ട്, അമ്മയുടെ തറവാട്ടിലോട്ടൊക്കെ നടന്നു പോവാം. ആർക്കും ഒന്നും ചെയ്യില്ല. അത്രക്ക് സെക്കൻഡ് ആരും ഒന്നും ചെയ്യില്ല. ആര് വന്നാ എങ്ങോട്ട് പോകുന്നു, ശരി എന്നാ എല്ലാരും സുഖമല്ലേ, എല്ലാവർക്കും എല്ലാരും അറിയാം. എല്ലാവരോടും ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ഇയാളുടെ മകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കറിയാം. ചെറിയൊരു സ്ഥലമാണ്. സോ എല്ലാരും കണക്റ്റഡ് ആണ്. സോ ആ ഒരു കണക്ഷനാണ് ഇപ്പൊ പോകുന്നത്. ഇപ്പോ ഒരുപാട് മീഡിയാസ്, ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫേക്ക് ന്യൂസ് ഒക്കെ പുറത്തു വിടുന്നു.
ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ഇവിടെ വെടിവെപ്പ് നടന്നു എന്നൊരു വാർത്ത. അതെ അതെ ഞങ്ങൾക്ക് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാല് അതിലുള്ള ഫാക്ട്സും ഡീറ്റെയിൽസും എല്ലാം തെറ്റായിരുന്നു. എൻ സി പി എന്ന പാർട്ടിയുടെ പേര് വന്ന് NCP രൂപീകരിച്ച ഡേറ്റും ഈ വ്യക്തി പറഞ്ഞ വെടിവെപ്പിന്റെ ഡേറ്റും ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു. മാത്രല്ല ഇന്നലെ ഞാനൊരു ചാനലില് ഇത് കണ്ടു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഏകദേശം ഒരു 40-60% ആൾക്കാരും ISISമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ ഈ ശ്രീലങ്കയിൽ നിന്ന് പാസ് ചെയ്തു പോകുന്ന ഈ മിലിറ്റൻസ്, ഈ എല്ലാ ആർംസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് അവിടെ എന്നാണ് പറയുന്നത്, ലക്ഷദ്വീപിൽ എന്നാണ് പറയുന്നത്. ഇനി ഞാൻ പറയാം ഇതിനുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ആകെ ഒരു പ്രാവശ്യം മാത്രമേ ഇവരെ ഞങ്ങൾ പിടിച്ചിട്ടുള്ളൂ. സൊമാലിയൻ പൈറേറ്റ്സിനൊപ്പം ഒരു 13 ശ്രീലങ്കക്കാരെ ഞങ്ങൾ പിടിച്ചായിരുന്നു ഒരു 2008 ടൈമില്, വിത്ത് അമ്യൂണിഷൻ, വിത്ത് എവറിത്തിങ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ബോർഡേഴ്സ് നിന്ന് ഫിഷർമാൻസ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു. ഇതുവരെ ലക്ഷദ്വീപ് പീപ്പിൾ വലിയൊരു സ്മഗ്ലിംഗിന്റെ ഭാഗവും ഒരു മിലിറ്റന്റെ ഭാഗവും ഇല്ലായിരുന്നു. ആൻഡ് ദിസ് ഇപ്പൊ ഒരുപാട് മീഡിയാസ്, യൂട്യൂബ് ചാനൽസും ഇതുവരെ ലക്ഷദ്വീപിനെ കുറിച്ച് ഒന്നും പറയാതെ, ഇതുവരെ ലക്ഷദ്വീപിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാര് ഇതിനെ ഞങ്ങളൊരു മിലിറ്റന്റ് ഗ്രൂപ്പാക്കി മാറ്റുവാണ്, ഒരു റാഡിക്കൽ ഗ്രൂപ്പാക്കി മാറ്റുവാണ്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വിചാരിക്കും ഞങ്ങൾ മതപരമായിട്ട് ഞങ്ങള് പ്രതിഷേധിക്കുകയാണ്. ഞങ്ങൾ മതപരമായിട്ടല്ല പ്രതിഷേധിക്കുന്നത്, ഞങ്ങൾക്ക് റിലീജിയസ് ആയിട്ടല്ല ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഒരു ബേസിക് ഹ്യൂമാനിറ്റിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ യാസിൻ പറഞ്ഞതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടതും. മതപരമായിട്ടുള്ള ഒരു പ്രതിഷേധമല്ല, ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ് ആണ് വേണ്ടത്. നമ്മൾ ജീവിക്കുന്ന പോലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മളെങ്ങനെയാണോ നമ്മൾ ഇക്വാളിറ്റി, ആ സ്വാതന്ത്ര്യം നമ്മളെങ്ങനെയാണോ നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നത്, അതുപോലെയുള്ള ഒരു ജീവിത ശൈലിയാണ് അവരും ആവശ്യപ്പെടുന്നത്. ഇതൊരു മതപരമായിട്ടുള്ള ഒരു ആവശ്യകത അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്ത്യൻ ഭരണഘടന ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനം തന്നിട്ടുണ്ട്. ആ സാധനത്തിന് ബഹുമാനിക്കാനാണ് ഞങ്ങൾ പറയുന്നത്. ആ സാധനം ഞങ്ങൾക്കുണ്ട്. അത് കിട്ടേണ്ടത് തന്നെയാണ് യാസീൻ. അതിനുവേണ്ടി കേരളത്തിൽ നിന്നല്ല നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും സപ്പോർട്ടും നമ്മൾ മാക്സിമം ലക്ഷദ്വീപ് നിവാസികൾക്ക് കൊടുക്കണമെന്നാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. അത് കൊടുക്കാൻ നമ്മൾ വില്ലിങ് ആവണം. കാരണം ഇതിന് മതമില്ല. ദൈവത്തെ ഓർത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യുന്ന ആൾക്കാരും ഒരിക്കലും ഇത് മതത്തിന്, നമ്മുടെ ഈ ഒരു എന്റെയും യാസീന്റെയും സംസാരത്തിനിടയിൽ മതപരമായിട്ടുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെയോ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തിയോ ഒന്നും പറയുന്നില്ല. ഓൺലി ദേ നീഡ്, അവർക്ക് വേണ്ടത് ബേസിക് റൈറ്റാണ്. അത് അവർക്ക് അവകാശപ്പെട്ട റൈറ്റാണ്. അത് കൊടുത്തേ മതിയാവൂ. നിലവിൽ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ്, അതായത് BJP എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ആ ബേസിക്സ് റൈറ്റ്സ് അവർക്ക് കൊടുത്തേ മതിയാവൂ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. നമ്മൾക്കും റിക്വസ്റ്റ് ചെയ്യാനുള്ളത് അത് തന്നെയാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ യാസിൻ, അതായത് നിലവിലത്തെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പേഴ്സ്, അവിടുത്തെ ഇലക്ഷനെ വരെ LDAR അഫക്ട് ചെയ്തിട്ടുണ്ട്. അതായത് 2 കുട്ടികൾക്ക് മുകളിലുള്ള ആൾക്കാർക്ക് ഇലക്ഷന് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അതിന്റെ റീസൺ എന്താണ് അവർ പറയുന്നത്? അതായത് ഒരാൾക്ക് 2 കുട്ടികൾക്ക് മുകളിലുണ്ട് എന്ന് വിചാരിച്ച് ഇലക്ഷന് പങ്കെടുത്തത് കൊണ്ട് എന്താണ് പ്രശ്നം? ഇതിന് ആക്ച്വലി പ്രോപ്പർ റീസൺ ഒന്നും പറയുന്നില്ല. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രോപ്പർ റീസൺ പറയാത്തത് കൊണ്ട് അവിടുത്തെ ഒരുപാട് പേർക്ക് ഇതിന്റെ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ബിസിനസ് പ്ലാൻ ആണെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ റീസണിംഗ് ഒന്നും അറിയാത്തത് കൊണ്ട് ഒരുപാട് പേർക്ക് ഇതിന്റെ ഔട്ട്കം അറിയില്ല, ഇതിന്റെ മെയിൻ അജണ്ട അറിയില്ല. അതുകൊണ്ടാണ് ഒരുപാട് ചാനൽസ് ഇപ്പോഴും ലാഗ് ചെയ്യുന്നത്. ഇപ്പോഴും ലൈക്ക് അറിയുന്ന കിട്ടുന്ന ഇൻഫർമേഷൻ ഇനി ഒരുപാട് അറിയാനുണ്ട്, ഒരുപാട് അന്വേഷിക്കണം. ആൾക്കാർ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം. കാരണം ഞാൻ പറയട്ടെ, ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റർ ഗവൺമെന്റ് ബോഡിയോട് പറയുന്നു ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യണം. അവർക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ അവര് ജോലി വിട്ടു പോകണം, അല്ലെങ്കിൽ അവർ ചെയ്യണം. ഇവർക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ആ ജോലി വിട്ടു പോകുന്ന ഓപ്ഷൻ അവർക്കില്ല. അവരെന്ത് ചെയ്യും? ഞങ്ങള് ഈ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അതന്നെ. സോ ഇപ്പൊ അവര് ഒരു ഉദാഹരണത്തിന് ഇപ്പൊ അവര് ഞങ്ങളെ ഇവിടെ നിന്ന് പോവാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു റെജിം വന്നു, ഇവിടെ നിന്ന് പോവാൻ പറഞ്ഞു കഴിഞ്ഞാൽ നോ കേരള ഗവൺമെന്റ് ഞങ്ങളെ റെഫ്യൂജി ആയിട്ട് എടുക്കും, അതറിയാം. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് റെഫ്യൂജി ആയിട്ട് എടുക്കുന്നല്ല പ്രശ്നം. എവരി വൺ ഹാസ് ടു സ്റ്റാർട്ട് ഓൾ ഓവർ അഗൈൻ. തുടക്കത്തിൽ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം.
തുടക്കത്തില് എല്ലാം സ്റ്റാർട്ട് ചെയ്യണം. ഈ ഗവൺമെന്റ് ബോഡീസ് ആയിക്കോട്ടെ, ഈ ലോക്കൽ സെല്ലേഴ്സ് ആയിക്കോട്ടെ, ഫിഷർമാൻ ആയിക്കോട്ടെ, ഇവരെല്ലാരും തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇത്രയും കൊല്ലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സേവിങ്സ് എല്ലാം അവര് ഒന്ന് നിലനിൽക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടും. സോ ഇത് ഞങ്ങളുടെ ഐഡന്റിറ്റി ബേസ്ഡ് ആണ്. ഇനി ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ ലക്ഷദ്വീപുകാരനാണെന്ന്. എനിക്ക് ലക്ഷദ്വീപ് എന്നൊരു പ്ലേസ് ഇല്ല. എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? എന്റെ ഐഡന്റിറ്റിയാണ് ഇവിടെ എന്റെ അഡ്രസ്സിനെ എഫക്ട് ചെയ്യുന്നു. വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ് ലക്ഷദ്വീപ് നിവാസികൾ നേരിടുന്നത്. നമ്മുടെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിട്ട് തന്നെയാണ് നമുക്കിതിനെ നോക്കിക്കാണാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒഫീഷ്യൽ റീസണിങ് ഇല്ലാത്ത പക്ഷം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അത് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. അതായത് December 5 അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ മിസ്റ്റർ പ്രഫുൽ പട്ടേൽ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ, അദ്ദേഹം ദാദ്ര ആൻഡ് നഗർ ഹവേലിയിലെയും കൂടി അഡ്മിനിസ്ട്രേറ്ററാണ്. അദ്ദേഹമാണ് അവിടുത്തെ നിലവിലത്തെ സിറ്റിംഗ് അഡ്മിനിസ്ട്രേറ്റർ. ആണ് കൊണ്ടുവന്ന LDAR എന്ന് പറയുന്ന നിയമത്തിന്റെ പരിമിത ഫലമായിട്ടാണ് ഇവർ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. സോ എയ്തർ ആ ഒരു നിയമം പിൻവലിക്കണം, അല്ലേ യാസീൻ? അല്ലാണ്ട് ഇതിന് വേറെ സൊല്യൂഷൻ, വേറെ നിവൃത്തിയില്ല. ഞങ്ങൾ ഓൾറെഡി എങ്ങനെയാണ്, ബിക്കോസ് ഈ പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്ന് പുതിയ SOP മാറ്റി, ഈ ക്വാറന്റൈൻ നിയമം മാറ്റിയതുകൊണ്ടാണ് ഇത്രയൊക്കെ കോവിഡിന്റെ ഇഷ്യൂ വന്നത്. മുമ്പര് വന്ന് ചെയ്ത ഫസ്റ്റ് ഞാൻ അത് പറഞ്ഞില്ല, SOP എന്നൊരു സാധനം വന്നായിരുന്നു, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനു മുമ്പത്തെ അഡ്മിനിസ്ട്രേറ്റർ ദിനേശ് ശർമ്മ വെച്ചൊരു നിയമമാണ് 14 ദിവസം കൊച്ചിയിലും 14 ദിവസം നാട്ടിലും. അത് മാറ്റി 7 ദിവസം ആക്കി. പക്ഷെ ഈ 14 ദിവസം കൊച്ചിയിലും 7 ദിവസം ഇവിടെ ക്വാറന്റൈൻ ഇരിക്കണം. അതിന്റെ ഓരോ ഇന്റർവെല്ലില് ടെസ്റ്റും ഉണ്ടായിരുന്നു, കോവിഡ് ടെസ്റ്റും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാത്രമേ ലക്ഷദ്വീപിൽ കാലുകുത്താൻ പറ്റുള്ളൂ. പക്ഷെ പ്രഫുൽ പട്ടേൽ വന്നിട്ട് ഈ SOP മാറ്റി. ഇതിനെതിരെ ഒരുപാട് പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് റയറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മലയാളത്തിലെ ന്യൂസ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ 2-3 ദിവസം മാത്രമേ ഉണ്ടായിരുന്നു. SOP വന്നിട്ട് 2 ദിവസം മാത്രം ക്വാറന്റൈൻ ഇരുന്നാൽ മതി എന്ന് പുതിയ അഡ്മിനിസ്ട്രേറ്റർ നിയമം വെച്ചു. എന്നിട്ട് January 5-6 ടൈമില് ഫസ്റ്റ് കോവിഡ് പേഷ്യന്റ് മറ്റേ റിപ്പോർട്ട് ചെയ്തു. പിന്നെ അവിടെ നിന്നൊരു ചെയിനായിട്ടാണ് ഇത് പോയത്. നിർത്താൻ പറ്റാത്തൊരു ചെയിനാണ്. ഞങ്ങൾക്ക് ഒന്നാമത് യൂട്ടിലിറ്റീസ് കുറവാണ്. എന്റെ ഐലൻഡായ കവരത്തി, ക്യാപിറ്റലായ കവരത്തിയിൽ ഒരു ചെറിയൊരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ കോവിഡിന് വേണ്ടി ഉണ്ടാക്കി. ചെറിയൊരു ബിൽഡിംഗ് മാത്രം, വേറെ ഒരു ബിൽഡിംഗും ഇല്ല. ബാക്കി എല്ലാ ബിൽഡിംഗും ഇപ്പൊ നമ്മുടെ ലോക്കൽ സ്കൂളുകളാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. കോറോണ ട്രീറ്റ്മെന്റ് പ്ലേസ് ആയ ലോക്കൽ സ്കൂളുകളാണ് യൂസ് ചെയ്യുന്നത്. അത്രക്കും ഒരു വലിയൊരു വേഴ്സ്റ്റ് പൊസിഷനിലാണ് ഇപ്പോൾ ലക്ഷദ്വീപിലെ ആൾക്കാർ നിൽക്കുന്നത്. വളരെ വേഴ്സ്റ്റ് പൊസിഷനാണ്. നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറം വേഴ്സ്റ്റ് പൊസിഷനാണ്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾക്ക് ലക്ഷദ്വീപിനെ നമുക്ക് ചേർത്ത് പിടിച്ച് അവരെ സപ്പോർട്ട് ചെയ്യാം. അതായത് പ്രൈവറ്റൈസേഷൻ മുതൽ അൺഎംപ്ലോയ്മെന്റ് മുതൽ അങ്ങനെ വളരെ നീണ്ടു കിടക്കുന്ന ഒരു ചെയിൻ ഓഫ് പ്രശ്നങ്ങളാണ് നമ്മുടെ ലക്ഷദ്വീപ് നേരിട്ടിരിക്കുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ LDAR പരാമർശിക്കുന്ന എല്ലാ പോയിന്റ്സ് ഓഫ് പ്രോട്ടോകോളും നെഗറ്റീവ്ലി ആണ് ലക്ഷദ്വീപിനെ അഫക്ട് ചെയ്യുന്നത്, അല്ല യാസിൻ? സംബന്ധമായിക്കോട്ടെ, ഗുണ്ട ആക്ട് ആയിക്കോട്ടെ, എലക്ഷൻ ആയിക്കോട്ടെ, അതായത് നമ്മൾ ആൽക്കഹോളിന്റെ ഇത് പറഞ്ഞു, ഭൂനിയമം, അതായത് സ്വന്തമായിട്ട് ഞാൻ എന്റെ അധീനതയിലുള്ള എന്റെ ഭൂമിയിലേക്ക് അഡ്മിനിസ്ട്രേഷന് എന്റെ യാതൊരുവിധ പെർമിഷനും ഇല്ലാതെ കൈകടത്താനുള്ള അവകാശം. സോ ഇതെല്ലാം ഓരോ പോയിന്റും ലക്ഷദ്വീപിനെ അഫക്ട് ചെയ്യുന്നത് നെഗറ്റീവായിട്ടാണ്. നമുക്ക് കേരളത്തിലിപ്പോൾ പൃഥ്വിരാജ് ഇതിനു വേണ്ടി മുന്നോട്ട് വന്നു. അപ്പോൾ അങ്ങനെയുള്ള സൊസൈറ്റിയിൽ അത്യാവശ്യം ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ ഒരുപക്ഷെ ലക്ഷദ്വീപിനെ നമുക്ക് കരകയറ്റാൻ സാധിച്ചേക്കും. സോ യാസീൻ എന്തായാലും പ്രാർത്ഥിക്കുന്നു, അതോടൊപ്പം എല്ലാവിധ സപ്പോർട്ടും നേരുന്നു. ഇനിയും നമുക്ക് ലക്ഷദ്വീപിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ക്യാമ്പയിൻസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതിനുവേണ്ടിയുള്ള പ്ലാനിങ്സിലാണ് നമ്മളും നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റിയും. സോ എല്ലാവിധ സപ്പോർട്ടും യാസീൻ നമ്മളിൽ നിന്നുണ്ടാകും. അപ്പം ഇത്രയും നേരം നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത യാസീൻ വളരെയധികം നന്ദി. താങ്ക് യു യാസീൻ, താങ്ക് യു വെരി മച്ച്.
താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. വി വിൽ ഓൾവേസ് ബി വിത്ത് യു. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും. അപ്പം എന്ത് ചെയ്യാം, ലക്ഷദ്വീപിനെ സപ്പോർട്ട് ചെയ്യുക, വേറെ ഒന്നും പറയുന്നില്ല. ലെറ്റ്സ്